മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മറനീക്കി പുറത്തു വരികയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട്, കോഴിക്കോട് മലാപ്പറമ്പ്, മലപ്പുറം കൂരിയാട്, തൃശൂർ ചാവക്കാട് എന്നിവിടങ്ങളിൽ ആശങ്കയുയർത്തി ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. വിശദവിവരങ്ങളുമായി കാഞ്ഞങ്ങാട് നിന്ന് സരീഷ് പി.കെ, മലാപ്പറമ്പ് നിന്ന് ബെൻസൻ ബാബു, കുരിയാട് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത്, ചാവക്കാട് നിന്ന് ലെവിൻ കെ വിജയൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശാന്തകുമാർ വെള്ളാലത്തിലേക്കാണ്. മലപ്പുറത്ത് നിന്നാണ് ശാന്തകുമാർ നമുക്കൊപ്പം ചേരുന്നത്. ശാന്തകുമാർ, ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായത് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം ഇടുന്നത് മലപ്പുറം കുരിയാടാണല്ലോ. കുരിയാട് ഇന്നിപ്പോൾ വിശദമായ പരിശോധന നടത്തുകയാണ് ദേശീയപാത അധികൃതർ. ആ പരിശോധനയിലാണ് NHAA ഇന്നലെ കളക്ടർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ന്യായവാദങ്ങൾ, മഴ, മണ്ണിന്റെ പ്രശ്നം ഉൾപ്പെടെ അവിടെ യഥാർത്ഥ പ്രശ്നമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ എപ്പോഴാണ് പരിശോധന നടക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ്? പിന്നിൽ കൂരിയാടുള്ള ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതയെ ചൂണ്ടിക്കാട്ടി നിരവധി പ്രക്ഷോഭങ്ങൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയർന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂരിയാട് ഉണ്ടായ മണ്ണിട്ട് നികത്തി, വലിയ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇല്ലാതെയാണ് അത്തരം നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉയർന്ന ആക്ഷേപവും വിമർശനവും എല്ലാം. കാരണം ഈ പ്രദേശത്ത് വയലാണ്. ഈ വയലിന് നടുവിലൂടെയാണ് വലിയ തോതിൽ മണ്ണിട്ട് നികത്തി ഇത്തരത്തിൽ പാത ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. 6 വരി പാതയാണത്. ഈ 6 വരി പാതയ്ക്ക് ആവശ്യമായ മണ്ണ് മുഴുവൻ നിറയ്ക്കുകയും വശങ്ങളിലൂടെ കോൺക്രീറ്റ് കട്ടകൾ വെച്ച് പടുത്തുയർത്തിയാണ് ഈ റോഡ് തന്നെ നിർമ്മിച്ചത്. ഇതാണ് ഈ മണ്ണ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ താഴ്ന്നു പോവുകയും പിന്നീട് ആ മതിലെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡ് വലിയ തോതിൽ വിള്ളലുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം പലതവണ നാട്ടുകാർ തന്നെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ആശങ്കയുണ്ട് എന്നുള്ള അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയോ ഇക്കാര്യം കരാർ കമ്പനിയോ ഒരു തരത്തിലും മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആക്ഷേപം ഉയർന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോഴാണ് അവയെക്കുറിച്ച് വിദഗ്ധമായി പഠിക്കുന്നതിന് വേണ്ടി ഒരു 3-അംഗ പഠന സംഘത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ സംഘം ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. ഈ സംഘത്തിൻ്റെ പരിശോധനയുടെ ഭാഗമായി അവർ നൽകുന്ന പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുതന്നെയാണ് എല്ലാവരും ഇനി പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നത്. കാരണം ഈ പ്രദേശത്തെ ഇങ്ങനെ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ള വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ അപകടം. കാരണം മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ അവ ബോധ്യപ്പെടാതെ ആണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ജനങ്ങളുടെ ആക്ഷേപം ഉയരുമ്പോൾ അവയ്ക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ നിർമ്മിച്ചതാണ് ഇവിടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന്, ഈ അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ 3-അംഗ സംഘത്തിന് പുറമെ PWDയുടെ ഒരു വിദഗ്ധ സംഘം കൂടി ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഈ സംഘത്തിൻ്റെ പരിശോധന കൂടി നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചതിന് ശേഷം തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെയും അതുപോലെ തന്നെ കരാർ കമ്പനിയുടെയും തീരുമാനം. എന്തായാലും കരാർ കമ്പനിക്ക് തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് ഈ സ്വതന്ത്ര സംഘം നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ആ പഠന റിപ്പോർട്ട് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. ബിനിൽ. ഓക്കെ, വ്യക്തമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് കൂരിയാട് എന്താണ് സംഭവിക്കുന്നത്, ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കൂടുതൽ വിശദമായി മറ്റു ജില്ലകളിലേക്ക് കൂടി കടക്കുകയാണ്. ഇത് മറ്റ് ജില്ലകൾ, വടക്കൻ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ മാറിയത് മധ്യ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. സരീഷാണ് നമുക്കൊപ്പം കാസർഗോഡ് നിന്ന് ചേരുന്നത്. സരീഷ്, നല്ല മഴയുണ്ട് എന്ന് കാണാനാകുന്നുണ്ട്. കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് കാഞ്ഞങ്ങാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്? അവിടെ ശക്തമായ മഴയുണ്ട് അല്ലേ? ശക്തമായ മഴ ഇന്നും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ശക്തമായ കാറ്റും കൂടി ഈ കാസർഗോഡ് ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയാണ് കൂടുതൽ രൂക്ഷമായ മഴയുണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ മാവുങ്കാൽ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളിന് സമീപത്തെ റോഡാണ് ഒരു ഭാഗം പൂർണ്ണമായി വിള്ളലുണ്ടായത്. ഏതാണ്ട് 50
മീറ്ററോളം ദൂരം ഈ വിള്ളൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്തല്ല, ഏതാണ്ട് റോഡിൻ്റെ മധ്യഭാഗത്തായാണ് ഇത്തരത്തിൽ റോഡ് വിണ്ട് കീറിയ സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണം, അതായത് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്നലെ തന്നെ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കരാർ കമ്പനികൾ തയ്യാറായിരുന്നില്ല. മറിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നായിരുന്നു കരാർ കമ്പനി ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യ മഴയിൽ തന്നെ റോഡ് വിണ്ട് കയറുന്ന ഒരു സാഹചര്യം, അത് ഒരു ചെറിയൊരു ഭാഗത്തല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏതാണ്ട് 50 മീറ്ററോളം ദൂരമാണ് ആ വിണ്ട് കീറൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ വിണ്ട് കീറൽ രൂപപ്പെട്ട് റോഡ് അപകടാവസ്ഥയിലായിട്ടും ഈ ബാരിക്കേഡ് വയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള മുൻകരുതലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും വാഹനങ്ങൾ യഥേഷ്ടം, ഈ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വഴി കടത്തിവിടുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഗത്ത്, അതായത് ഈ വിണ്ട് കീറിയ ഭാഗത്തിന് സമീപത്ത് ഈ സർവീസ് റോഡ് ഇല്ല എന്നുള്ളതാണ്. സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങൾ അവലംബിക്കാനാവില്ല. അതിന് പകരം ഈ ഭാരമേറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഉൾപ്പെടെ ഈ റോഡിലൂടെ തന്നെ കടത്തിവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒക്കെ പറഞ്ഞിരുന്നത് ഈ സർവീസ് റോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ വാഹനങ്ങൾ ആ സർവീസ് റോഡിലൂടെ കടത്തിവിടണം എന്നായിരുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഈ ഭാഗത്ത്, അതായത് ഈ വിള്ളൽ വീണ ഭാഗത്തിന് തൊട്ട് സമീപത്ത് സർവീസ് റോഡ് ഇല്ല എന്നുള്ളതാണ്. ഈ വലിയ കുഴികളും അതോടൊപ്പം തന്നെ ഈ താഴെ നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്, ഈ റോഡിന് നേരെ താഴെയുള്ളത് മണ്ണെടുത്ത ഒരു കുഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ആ കുഴിയിൽ നിന്നും മണ്ണ് പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ മണ്ണ് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഈ ദേശീയപാതയ്ക്ക് അടിയിലിട്ട മണ്ണും, അതായത് ഈ പാത നിലനിൽക്കുന്ന സ്ഥലത്തും വിള്ളൽ രൂപപ്പെടും. അങ്ങനെ രൂപപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിള്ളൽ ഉണ്ടാവും. ഇന്നലെയും സംഭവിച്ചത് സമാനമായ സാഹചര്യം തന്നെയാണ്. ഈ ഭാഗത്ത്, അതായത് ഇവിടെ നിന്നും വെള്ളം താഴോട്ടേക്ക് പോകാനുള്ള സാഹചര്യം നിലവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വശങ്ങളിലേക്കാണ് ഈ വെള്ളം ഒരുമിച്ച് പോകുന്നത്. അത്തരത്തിൽ താഴെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി മണ്ണ് ഈ സർവീസ് റോഡിന് വേണ്ടി, അല്ലെങ്കിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണിട്ട് ഒരുക്കിയ സ്ഥലമാണിത്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, അതായത് മറ്റ് പാതയിൽ നിന്നും, സർവീസ് പാതയിൽ നിന്നും ഏതാണ്ട് 10 മീറ്ററോളം ഉയർത്തിയാണ് ഈ ഭാഗത്ത് ദേശീയപാത പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു വ്യത്യാസം, അതായത് ദേശീയപാതയും നിലവിലുള്ള പാതയും തമ്മിലുണ്ട്. ആ പാതയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ആ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി അടിയിൽ നിന്നും, ഈ ദേശീയപാതയുടെ അടിയിൽ നിന്നും മണ്ണൊരു ഭാഗത്തേക്ക് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടെ ഈ നടുഭാഗത്ത്, ദേശീയപാതയുടെ നടുഭാഗം പൂർണ്ണമായി വിണ്ടുകീറുന്നൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. സമാനമായി മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മണ്ണിട്ടുയർത്തിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കെട്ടുറപ്പുണ്ടാകണം എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പല ഭാഗങ്ങളിലും അത്തരത്തിൽ ഉറപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ ഇതുവരെ കരാർ കമ്പനികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിണ്ടുകീറൽ ഉണ്ടാകുന്നത്. സമാനമായൊരു സാഹചര്യം നീലേശ്വരം ഭാഗത്തും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്താണ്, നീലേശ്വരം ഭാഗത്തും സമാനമായ സാഹചര്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മണ്ണ് ഇടിയുന്നു എന്നുള്ളതാണ്. ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുക്കുകയും കുന്നിടിക്കുകയും ചെയ്ത ഭാഗങ്ങളിൽ കൃത്യമായൊരു സുരക്ഷ ഉറപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കരാർ കമ്പനികൾ അതിന് ശ്രമിച്ചിട്ടില്ല. ഈ മണ്ണ് ഇടിയും എന്ന പരാതികൾ ഉയർന്ന ഭാഗത്ത് ഈ സിമൻറ്റ് കൊണ്ട് കോട്ടിംഗ് ചെയ്യുന്ന രീതി മാത്രമാണ് അവലംബിച്ചിരിക്കുന്നത്. ആ സിമൻറ്റ് കോട്ടിങ്ങിൽ കൃത്യമായി ദീർഘകാലത്തേക്ക് ഒരിക്കലും നിൽക്കുന്നതല്ല. കാരണം മണ്ണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഈ മുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ അകത്ത് വെള്ളം കെട്ടി നിൽക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അതിന് കരാർ കമ്പനികൾ പറഞ്ഞിരുന്നത് അകത്തേക്ക്, അതായത് എവിടെ നിന്നാണോ മണ്ണെടുത്തിരിക്കുന്നത് ആ ഭാഗത്തേക്ക് പൈപ്പ് ആഴത്തിൽ കുഴിച്ചു വയ്ക്കുകയും ഈ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന, അതായത് മണ്ണിനടിയിലേക്ക് പോകുന്ന വെള്ളം ആ പൈപ്പിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്.
പക്ഷേ അത് ശാശ്വതമായ പരിഹാരമല്ല, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മണ്ണിടിയുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ആ ഭാഗങ്ങളിൽ ഈ പ്ലാസ്റ്ററിംഗ് നടത്തിയത് കൊണ്ട് മാത്രം പരിഹാരമാവില്ല. വീണ്ടും ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ച സ്ഥലമാണ്, ആ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവുന്നു. ദേശീയപാതയുടെ നിർമ്മാണം ഏതാണ്ട് പല ഭാഗങ്ങളിലും അശാസ്ത്രീയമാണ് എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. ഓക്കെ, സരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശം ഉൾപ്പെടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NHAI ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിഖിതമായ രീതിയിലാണോ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്? ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രം അനുസരിച്ച്, മണ്ണിൻ്റെ ഘടനയനുസരിച്ച്, അവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകതകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് എന്ന് കൃത്യമായി ഉണ്ട്. ദേശീയപാത അതോറിറ്റി, അതിന് ബന്ധപ്പെട്ട അത് നിർമ്മിക്കുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഈ കരാർ കമ്പനികൾക്ക് ഈ കരാർ നൽകി അവരെങ്ങനെയെങ്കിലും പണിയട്ടെ എന്നത് മാത്രമല്ല, കൃത്യമായ ഇടവേളകൾ ഇൻസ്പെക്ഷൻ നടത്തുകയും അതിൻ്റെ പ്രവൃത്തി അവലോകനവും വിലയിരുത്തലും എല്ലാം നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതായിരുന്നു. അതെല്ലാം നടത്തിയെന്ന് പറയപ്പെടുമ്പോഴും എങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉടനീളം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് മാത്രം ബാക്കി നിൽക്കുന്നില്ല. നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബുവാണ് നമുക്കൊപ്പം ഉള്ളത്. കോഴിക്കോട് മലാപ്പറമ്പാണ് ബെൻസൻ ഉള്ളത്. മലാപ്പറമ്പ് ബെൻസൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജനങ്ങളെല്ലാം വളരെ സുഗമമായ രീതിയിൽ ഈ പണിയൊന്ന് പൂർത്തിയായാൽ എളുപ്പത്തിൽ യാത്ര ചെയ്യാലോ എന്ന് കരുതിയാണ്. കോഴിക്കോട് പോലെ വളരെ ഇടുങ്ങിയിട്ടുള്ള ഒരു നഗരമാണല്ലോ. റോഡിന് പൊതുവിൽ വീതി കുറവുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ? അവിടെ എന്ത് തകരാറാണ് സംഭവിച്ചിരിക്കുന്നത്? ബിനിൽ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷനിലാണ്. എനിക്ക് തൊട്ടു മുമ്പിലാണ് ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ഉള്ളത്. മലാപ്പറമ്പ് ജംഗ്ഷനിലെ സർവീസ് റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം, ഇതിൻ്റെ ഈ നിൽക്കുന്ന നിലം കണ്ടാൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമാകും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ ഇവിടെ വിള്ളലുകൾ രൂപപ്പെടുകയായിരുന്നു. അത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇവിടെ വിള്ളൽ രൂപപ്പെടുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ആ സമയത്തും ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഈ റോഡ് പൂർണ്ണമായും തന്നെ ഒരു 100 മീറ്ററോളം ടാർ ചെയ്ത അവസ്ഥയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം. ടാർ ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് നിലത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ ഈ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഈ ടാറ് JCB ഉപയോഗിച്ച് ഇളക്കി മാറ്റുകയും കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് അത് നികത്തുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലല്ല നടന്നത് എന്ന് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. നമുക്ക് ഇതിൽ കാണാം, ഇവിടെ ഇത്രത്തോളം ഉയരത്തിൽ ടാറിംഗ് ഉണ്ടായിരുന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത്രത്തോളം ഉയരത്തിൽ ടാറിംഗ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്ന് റോഡ് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു ഭിത്തിയും റോഡും തമ്മിലുള്ള ഗ്യാപ്പ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവിടെ ടാറിംഗ് പൂർത്തിയായതിനു ശേഷവും റോഡിന്റെ അവസ്ഥ പോയി എന്നുള്ളതാണ്. അത് കണ്ട അപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ പണികൾ പൂർത്തിയാക്കാതെ ആ ടാറിംഗ് ഇളക്കി മാറ്റുകയും അതിന് മുകളിൽ മണ്ണ് കൊണ്ടുവന്ന് അടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അധികൃതർ നൽകുന്ന ഒരു ചെറിയ വിശദീകരണം എന്ന് പറയുന്നത്, ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ ഒരു പൈപ്പുണ്ട്, വെള്ളം പോകുന്നതിനായി ഇടുന്ന വലിയ പൈപ്പുണ്ട്. അതിൽ എന്തെങ്കിലും ഇളക്കം തട്ടിയതാകാം ഇത്തരത്തിൽ അടിയിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. അതിലൊരു വ്യക്തത അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് ഇവിടെ ഈ വിള്ളൽ രൂപപ്പെട്ടത്? എന്തായിരിക്കും അതിന് കാരണം? അവർ പെട്ടെന്ന് തന്നെ ഈ ടാറൊക്കെ ഇളക്കി മാറ്റുകയും മണ്ണിട്ട് അത് നികത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ മണ്ണിട്ടതിൻ്റെ പ്രശ്നം ഒന്നേറെ അമർന്നിട്ടില്ല സംഭവം. അതിൻ്റെ പേരിലാണ് ഈ വിള്ളൽ വരാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നാണെങ്കിൽ ഇവിടുന്ന് പോണ സൈഡുകളൊന്നും ഒരു സുരക്ഷിതമല്ല, എപ്പോഴും ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് മലാപ്പറമ്പിൻ്റെ നാനാഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കുക. അത് മുട്ടിനിട്ടം വെള്ളം, മനുഷ്യൻ നടന്നു പോകാൻ പറ്റുന്നില്ല, അതിനുള്ള ഡ്രെയിനേജ് ഇല്ല. വെറുതെ സർവീസ് റോഡിനും പറഞ്ഞ് ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങോട്ട് പോയതിനെ കൊണ്ട് കാര്യമായില്ല. അത് ശരിക്കും പരിപൂർണമായിട്ട് വൃത്തിയിൽ ചെയ്യണം. അല്ലാണ്ട് മറ്റൊരു മനുഷ്യനും പോകാൻ കഴിയില്ല, വണ്ടിക്കാർക്കും പോകാൻ കഴിയില്ല. മനുഷ്യനാകെ ഇവിടെ ദുരിതത്തിലാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ മനാമത്തെ അണ്ടർപാസിൻ്റെ മുകളിലുള്ള മതിലൊക്കെ വലിയ മതിലൊക്കെ ചരിഞ്ഞിട്ടുള്ള മാതിരിയാണ് തോന്നുന്നത്. എന്താ പറയാൻ പറ്റൂല. ബിനിൽ, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ സർവീസ് റോഡുകളുടെ നമുക്ക് ഇവിടെ കാണാം, ഈ സർവീസ് റോഡുകളുടെ സമീപത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനങ്ങളില്ല. അതോടൊപ്പം തന്നെ ചേർന്നിട്ടുള്ള മതിലുകൾ, അല്ലെങ്കിൽ ഈ തൊട്ട് സൈഡിലുള്ള മതിലുകളെല്ലാം തന്നെ എപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിനുള്ള മണ്ണ് നിറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു സുരക്ഷിതത്വം ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സർവീസ് റോഡിന് തൊട്ടപ്പുറത്തായിട്ടുള്ള സർവീസ് റോഡ്, അവിടെ പൂർണ്ണമായും തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. തൊട്ടപ്പുറത്തുള്ള സർവീസ് റോഡ് അവിടെ
പൂർണ്ണമായും തന്നെ പണി പൂർത്തിയാവുകയും ടാറിങ് പൂർത്തിയാവുകയും റോഡ് 2 ദിവസങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും യാത്രായോഗ്യമായി തുറന്നു കൊടുക്കുകയും ചെയ്തതായിരുന്നു. എന്നാൽ ഇന്നലെ പെയ്ത മഴയിൽ അവിടെയും സമാന രീതിയിൽ വിള്ളലുണ്ടാവുകയും മണ്ണിടിഞ്ഞ് താഴുകയും ചെയ്തതോടുകൂടി ആ മേഖല ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ആ റോഡിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ ഇല്ല, അവിടെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. മറ്റു വഴിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ മലാപ്പറമ്പിൽ ജംഗ്ഷനിലുള്ള 2 സർവീസ് റോഡിലും ഇത്തരത്തിലുള്ള അപാകത പ്രകടമാണ്. അത് പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ കണ്ട അതേ സമയത്ത് തന്നെ അപ്പോൾ തന്നെ ആ വിള്ളൽ മറ്റാളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ടാറിങ് ഉൾപ്പെടെ പൂർണ്ണമായും പൊളിച്ച് നീക്കി അതിന് മുകളിൽ മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സമാന രീതി തന്നെ ഈ മേഖലയിൽ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് കാര്യമായിട്ടുള്ള മഴ ഈ പ്രദേശത്തില്ല. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും വരും ദിവസങ്ങളിൽ മഴ വർദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പലയിടങ്ങളിലും ചെരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നടക്കം ആളുകൾ പറയുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഭീതിയിലാണ്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിള്ളൽ ഉണ്ടായത്, മണ്ണിടിഞ്ഞ് താഴാനുള്ള കാരണം എന്ത് എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ ഏകദേശം നമ്മളുടെ ഒരു കൈപ്പത്തിയോളം ഉയരത്തിൽ ഏകദേശം 15-30 സെന്റിമീറ്ററിനും ഇടയിൽ അത്രയും ദൂരം അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ മണ്ണ് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്രത്തോളം താഴ്ന്നാണ് നിലവിൽ എപ്പോഴും അവിടെ ഇരിക്കുന്നത്. പക്ഷേ അത് കാണാതിരിക്കാൻ വേണ്ടി മണ്ണിട്ട് നികത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. ബിനിൽ, ബെൻസൺ, ഇതിപ്പോൾ വേങ്ങളം രാമനാട്ടുകര സ്ട്രെച്ചിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമല്ലേ ഇപ്പോൾ ബെൻസൺ ഈ പറയുന്ന മലാപ്പറമ്പ് ഉൾപ്പെടുന്നത്? അതെ. ഈ വേങ്ങര രാമനാട്ടുകര അടക്കമുള്ള ആ പ്രദേശങ്ങളിലേക്കുള്ള ആ സ്ട്രെച്ചിന്റെ ഭാഗമായി തന്നെയുള്ള പ്രദേശമാണിത്. അതിന് തൊട്ട് മുൻപാണ് ഈ മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള, അതായത് അവിടെ ആ റോഡിന്റെ സ്ട്രെച്ചിലുള്ള തൊട്ട് സമീപത്ത് തന്നെയുള്ള പ്രദേശമാണ്. ആ റോഡിലുള്ള പ്രദേശം തന്നെയാണ്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തേക്ക് പോകുന്ന റോഡിലുള്ള സർവീസ് റോഡുകളിലാണ് നിലവിൽ ഈ പ്രശ്നങ്ങളുള്ളത്. മറ്റിടങ്ങളിൽ അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതിനെപ്പറ്റി നിലവിൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ 2 ദിവസം പെയ്ത അല്ലെങ്കിൽ 1.5 ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള അപാകതകൾ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോഴും ഈ കെട്ടും ഈ റോഡും തമ്മിലുള്ള ദൂരം ഏകദേശം നമ്മളുടെ ഒരാളുടെ വിരൽ കടന്നു പോകാൻ വ്യക്തമാണ്. അവിടെ ഒരു പ്രകടമായ ഒരു വലിയൊരു വിടവ് തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയത ഉൾപ്പെടെ വിദഗ്ധർ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെയുള്ള കരാർ കമ്പനി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈ സ്ട്രെച്ചിൽ നിർമ്മാണം കരാർ എടുത്തിരിക്കുന്ന കരാർ കമ്പനി ചെയ്തിരിക്കുന്നത് ടാറിന്റെ മുകളിലേക്ക് ഇളകിപ്പോയ ഭാഗത്തേക്ക് മണ്ണ് കൊണ്ടുപോയി തട്ടിയിരിക്കുകയാണ്. അടിയിലൂടെ പോകുന്ന പൈപ്പ് ഇളകിയതുകൊണ്ടാകാം ഇങ്ങനെ ഒരു തകരാർ ഉണ്ടായതെന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത്, അതായത് ബെൻസൺ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്താണ് സംഭവിച്ചത്, അവിടെയും പൈപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കമ്പനി പറയേണ്ടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അപകടരഹിതമായി യാത്ര ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ്, അതിവേഗത്തിൽ അപകടരഹിതമായി യാത്ര ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണല്ലോ യഥാർത്ഥത്തിൽ ദേശീയപാതകൾ രാജ്യത്ത് വ്യാപകമായി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടെങ്കിൽ അതെന്തിന് ഒളിപ്പിച്ചു വെക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി ഈ കരാർ കമ്പനികൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. ചാവക്കാട് നിന്ന് ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ ഈ ചാവക്കാട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അവിടെ വലിയ വിള്ളലുണ്ടായി. ഈ പാലത്തിന് നടുവിൽ അല്ലെങ്കിൽ ഈ ഉയർത്തിയെടുത്തിരിക്കുന്ന റോഡിന് മുകളിൽ ആണോ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്? എന്താണ് സംഭവിച്ചത് ലെവിൻ? ബിനിൽ, ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഗുരുവായൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചാവക്കാടാണ്. ചാവക്കാട് ദേശീയപാതയുടെ ദേശീയപാത 66-ൽ തീരദേശ മേഖല കൂടിയാണ്. ജില്ലയിലുടനീളം തീരദേശ മേഖലയിലൂടെ 64 കിലോമീറ്ററിൽ പരം ദൂരത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത്. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപ് പണി പൂർത്തീകരിച്ച് ഏകദേശം 90% പണി പൂർത്തീകരിച്ച ദേശീയപാതയോരത്തു നിന്നുള്ള ഈ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോയത് ഇന്നലെ രാത്രിയാണ്. ഞാൻ കാണിക്കാം. ഇന്ന് രാവിലെ ദേശീയപാത അതോറിറ്റിയിൽ നിന്നുള്ള ആളുകൾ എത്തുകയും ഈ ഭാഗത്ത്, ഈ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ മണ്ണിട്ട് അല്ലെങ്കിൽ എംസാൻഡ് ഇട്ട് ഇത് കവർ ചെയ്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ നോക്കാൻ നേരത്ത് ഇത്തരത്തിൽ വലിയ ദൂരത്തോളം, ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്ത് റോഡ് വിണ്ട് കീറി പൊട്ടിപ്പൊളിഞ്ഞത്. മറുവശത്ത്
എൻ്റെ എതിർവശത്ത് റോഡിന് ഈ ഇടതുവശത്തുള്ളത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡ് മലപ്പുറം കൂരിയാട് സംഭവിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ അതിൻ്റെ ഒരു മിനി വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഈ നിൽക്കുന്ന സംരക്ഷണ ഭിത്തി പ്രൊട്ടക്ഷൻ വാൾ അപ്പാടെ താഴേക്ക് തെന്നി മാറി നിൽക്കുന്ന കാഴ്ചയാണ്. ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തു നിന്നും തെന്നി മാറി റോഡ് സർവീസ് റോഡ് ഇരുന്നു പോയ ഒരു നിലയിലാണ് ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ വ്യക്തമാവുകയില്ല. ഇതൊരു വിണ്ട് കീറൽ മാത്രമായതുകൊണ്ട് തന്നെ ഇത്രയേറെ നീളത്തിൽ കിടക്കുന്നത് കൊണ്ടും രാവിലെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വന്ന് ഇത്തരത്തിൽ എംസാൻഡ് ഇട്ട് കവർ ചെയ്ത് പോയത് കൊണ്ടും ഇതിൻ്റെ ഒരു വ്യാപ്തിയും നീളവും നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല. പക്ഷേ 50 മീറ്ററിലേറെ ദൂരത്തിലാണ് ഇത് സംഭവിച്ചത്. ഇന്നലെ ജില്ലയിൽ പെയ്തത് 200 മീറ്ററിലധികം മഴയാണ്. ഒറ്റ ദിവസം അതൊരു പുലർച്ചെ സമയം മുതൽ രാവിലെ ഒരു 7 മണി വരെയുള്ള സമയത്താണ് ഇത്രയധികം തോതിൽ മഴ പെയ്തത്. കടുത്ത വേനൽ കഴിഞ്ഞിട്ട് ആദ്യ മഴയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു നാശനഷ്ടം ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്. 64 കിലോമീറ്റർ അതായത് ദൂരത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത് എന്ന് ഓർക്കണം. പല സ്ഥലങ്ങളിലും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് പോലും എത്തുന്ന ഭാഗങ്ങളുണ്ട്. മറുവശത്ത് ദേശീയപാത 544 ജില്ലയുടെ മറ്റൊരു സൈഡിലൂടെ കടന്നു പോകുന്നു. അവിടെയും നിർമ്മാണം നടക്കുന്നു. ആദ്യ മഴയിൽ തന്നെ ഈ ഭാഗങ്ങളിലേക്ക് ഇത്ര വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് പറയാനാവില്ല. അത്തരത്തിലുള്ള ആശങ്കയും മറ്റുമുണ്ട്. ഏതായാലും പ്രദേശവാസികളായിട്ടുള്ള ആളുകളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇത് ശാസ്ത്രീയമായ രീതിയിലുള്ള വേണ്ടത്ര പഠനം നടത്താതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ മണത്തലയിൽ കാണുന്ന ഈ വിള്ളൽ. കാലവർഷം വരാനാവുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു ചെറിയ മഴ വന്നപ്പോൾ തന്നെ ഇത്രയും ഭീമമായ രീതിയിലുള്ള പൊട്ടലുകളാണ് ഇവിടെ കാണപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിച്ചപ്പോൾ ഇപ്പോൾ അധികാരികൾ വന്ന് ഇതിൻ്റെ മുകളിൽ ഒരു പൊടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് അല്പം മുമ്പ് ഈ NHO ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അവരൊരു വേണ്ടത്ര ഗവനിക്കാതെ ഒരു നിസ്സാരമായ രീതി അവർ വന്ന് സംസാരിച്ചത് എന്താണ്? നിങ്ങൾ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു ലാഘവത്തോട് കൂടിയിട്ടാണ് അവർ പോയത്. പക്ഷേ ഇതൊരു ജനങ്ങൾ ആശങ്കയിലാണ്. കാരണം മലപ്പുറത്ത് സംഭവിച്ച സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജനം തികഞ്ഞ ആശങ്കയിലാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അത് ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ്? ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ നടക്കാൻ പോകുന്ന ഒരാളാണിത് വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ വീഡിയോ എടുത്തിട്ടുള്ളത്. അതങ്ങനെ പ്രചരിച്ചിട്ടുള്ളതാണ്. ഒന്നാമത് ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ 2 കൊല്ലം മുന്നേ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിരുന്നു. ഈ മണ്ണിട്ട് നികത്തുന്ന പാലത്തിന് പകരം ഫില്ലറുള്ള പാലം കൊണ്ടുവരാൻ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ TM പ്രതാപൻ മുന്നേ MP പാർലമെൻറ്റിൽ സബ്മിഷനൊക്കെ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുണ്ടായിട്ടില്ല. മുൻപ് ഇവിടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ക്രെയിൻ ഇതുപോലെ മണ്ണിടിഞ്ഞ് താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്രെയിന് മാത്രമല്ല, ഇവിടെ പലതരത്തിൽ, അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ നമ്മുടെ ഈ ഹൈവേയുടെ ഭാഗത്തു നിന്നുള്ള ക്രെയിൻ കയറി വരുമ്പോൾ ബസ്സിൻ്റെ മുകളിൽ തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് വിഷയം തൊട്ടിപ്പുറത്തിന് സംഭവിച്ചിട്ടുള്ളതാണ്. ക്രെയിന് പണിയുടെ ഇടയിൽ മറിഞ്ഞു വീഴുക ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ആശങ്കയോടുകൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? വരുന്ന ദിവസങ്ങളിലൊക്കെ മഴ തുടരുകയാണെങ്കിൽ എന്താണ് സാഹചര്യം എന്ന് വിലയിരുത്തുന്നു? എന്തായാലും പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ്. ഇത് ഉപായം കൊണ്ട് ഓട്ടയിറക്കാനുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അത് നിർഭാഗ്യവശാൽ അന്ന് നടക്കാൻ പോകുന്ന ആളുകൾക്ക് ഇത് കണ്ണിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രദേശങ്ങളിൽ സംഭവം നടന്നിട്ടുള്ള ഭൂലോകം അറിയാൻ പോകുമായിരുന്നില്ല. വളരെ ജനങ്ങളെല്ലാം വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിലാണ്. പിന്നിൽ നമ്മൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. ചെയർപേഴ്സൺ ഇവിടേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ഔദ്യോഗികമായ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഉറപ്പായും ലെവിൻ, ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ വരുമ്പോൾ അവർക്ക് എന്താണ്, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇങ്ങനെ വിള്ളലെല്ലാം ഉണ്ടാകുന്നത് പുതിയതായി, അതായത് ഔദ്യോഗികമായി തുറന്നു കൊടുക്കാത്ത ഒരു പാതയിൽ കൂടിയാണ്. പക്ഷേ ഇപ്പോഴും അതിലൂടെ യാത്രക്കാർ ഉൾപ്പെടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്നലെ മലപ്പുറത്ത് വിള്ളലുണ്ടായ സ്ഥലത്ത് ഒരു തരം ഗ്ലൂ പോലത്തെ സാധനം ഉപയോഗിച്ച് ഒട്ടിക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ശാസ്ത്രീയത അറിയില്ല. അത് ഒട്ടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ എംസാൻഡ് ഇട്ടു എന്നുള്ളത് നേരിട്ട് കണ്ടിരിക്കുകയാണ് ലെവിൻ കെ വിജയൻ. നേരത്തെ കോഴിക്കോട് മലാപ്പറമ്പ് ബെൻസൺ പറയുന്നത് ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് മണ്ണിട്ട് നികത്തി എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും മണ്ണിട്ട് നികത്താൻ സാധിക്കില്ല. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ് ദേശീയപാത 66 എന്നുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശം തന്നെയാണ്. അതിൽ വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല, അനുവദിക്കുകയുമില്ല.